ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് ഹോട്ടൽ ടേസ്റ്റിൽ ഫിഷ് ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് ആവശ്യമായത് 2 ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഇവ നമുക്കൊന്ന് ആദ്യം ചതച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് മസാല ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, കുഞ്ഞുള്ളി, പച്ചമുളക് ഇവ അരച്ചെടുത്തതാണിത്. ഇനി നമുക്ക് ഇതിലേക്ക് ഓരോ മസാലയായി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഞാൻ അല്പം ഗരം മസാലയും കൂടി ഇതിൽ ചേർക്കുന്നുണ്ട്. പിന്നെ അവസാനമായി ചേർക്കുന്നത് ഫിഷ് മസാല. ഫിഷ് മസാല ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. പിന്നീട് ചേർക്കുന്നത് ലെമൺ ജ്യൂസ്. ഇത്രയും സാധനം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് തിക്നെസ്സിലാണ്, അപ്പം കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നമുക്കിത് മിക്സ് ചെയ്യാം. നല്ലവണ്ണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഫിഷിലേക്ക് ഈ മസാല തേച്ച് പിടിപ്പിക്കാം. മസാല നല്ലവണ്ണം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ബാക്കി വന്നത് ഇത്രയും മസാലയാണ്. ഇത് നമുക്ക് ആവശ്യമുണ്ട്. ഇതാണ് നമ്മുടെ ഹോട്ടൽ ടേസ്റ്റ് വരുത്തിക്കുന്നത്. അരമണിക്കൂർ ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ബാക്കി വരുന്ന മസാല നമ്മൾ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ആ എണ്ണ ഫിഷിന്റെ ഉള്ളിലേക്ക് കയറി ആ ടേസ്റ്റ് നല്ല ടേസ്റ്റായി കിട്ടുന്നു. അത്രയേ ഉള്ളൂ. അങ്ങനെയാ ഹോട്ടലുകളിലെല്ലാം നമുക്ക് നല്ല ടേസ്റ്റുള്ള ഫിഷ് ഫ്രൈ കിട്ടുന്നത്. നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ല വ്യത്യാസം ഉണ്ടാവും മീൻ ഫ്രൈ ചെയ്യുന്നതിൽ. നമുക്കിനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. മുകളിൽ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന്റെ ടേസ്റ്റ് വേറെ തന്നെയാണ്. നമ്മുടെ ഫിഷ് ഒരു ഭാഗം ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം.